പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ നവകേരളം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, ഹരിത കേരളത്തിലേക്ക്. അതിൻ്റെ കാര്യപരിപാടികൾ തുടങ്ങി വെക്കുന്നത് ദാസേട്ടനാണ്, ഗാനഗന്ധർവ്. ഇതൊന്നും എടുത്തോട്ടെ കേട്ടോ. ശാസ്ത്രം കൂടുതൽ വളരുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൻ്റെ വെളിച്ചം കണ്ടാൽ ഇത് തുറക്കുള്ളൂ എന്നുള്ള ഒരു പദ്ധതി എൻ്റെ മക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണിലുള്ള വെളിച്ചം ഇതിനകത്തോട്ട് പകരാനെന്ന് വെച്ചാൽ ഈ പുറത്തുനിന്നുള്ള ലൈറ്റ് കൊണ്ട് പെട്ടെന്ന് ഇതിനകത്ത് കാണാനിടയ വരില്ല. എന്നാലും നോക്കട്ടെ. ശാസ്ത്രം നല്ലതാണ്, പക്ഷെ ചില സമയത്ത് ഉപദ്രവിക്കും. കാര്യങ്ങളെല്ലാം ഡിജിറ്റൽ ആക്കണമെന്നും ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് കടക്കുകയാണ് എന്നും മോദിജി പറഞ്ഞപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. നോട്ട് ഡിജിറ്റൽ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചവർ ഇപ്പോൾ കണ്ടോ, ദാസേട്ടനൊക്കെ പാട്ട് പോലും ഡിജിറ്റലാക്കിയാണ് കൊണ്ടു നടക്കുന്നത്. ഇത് ഹരിത കേരളം, ഇത് ഹരിത കേരളം. കായലിൽ കുളങ്ങൾ തടാകമേതിലും, കായലിൽ കുളങ്ങൾ തടാകമേതിലും, നീളെ നീളെ ഒഴുകിടുന്ന പുഴയിലേതിലും, നീളെ നീളെ ഒഴുകിടുന്ന പുഴയിലേതിലും മാരകങ്ങളാം വിഷങ്ങളാകെ മാറിടും, മാരകങ്ങളാം വിഷങ്ങളാകെ മാറിടും. മലിന ജീർണ ശേഖരങ്ങൾ അകലെ നീങ്ങിടും. ഉണരുണരോ ഉണരോ ഉണരുണരോ ഉണരുണരോ ഉണരോ ഉണരുണരോ. തീരമാകയും മലം പ്രദേശമാകയും, തീരമാകയും മലം പ്രദേശമാകയും. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, കവി വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് തീരമാകയും മലം പ്രദേശം. അത് മനസ്സിലായല്ലോ. മറ്റൊരു വാക്ക് കൂടിയുണ്ട്, അതുപോലെ അശുദ്ധമാക്കരുതെന്നും കൂടി ചിന്തിച്ചോളണം. തീരമാകയും മലം പ്രദേശമാകയും, നഗരമന്ദിരത്തിൽ മട്ടുപ്പാവിലൊക്കെയും, നഗരമന്ദിരത്തിൽ മട്ടുപ്പാവിലൊക്കെയും സ്വച്ഛ ശുദ്ധമാം സുഗന്ധവായുവാർന്നിടും. ഉഗ്രമാം വിഷങ്ങൾ ചേർന്നതകലെ നീങ്ങിടും. ഉണരുണരോ ഉണരോ ഉണരുണരോ ഉണരുണരോ ഉണരോ ഉണരുണരോ ഉണരുണരോ ഉണരോ ഉണരുണരോ. നമ്മുടെ ദാസേട്ടൻ പാടി മാറിയിരിക്കുന്ന ഈ വേദിയിൽ കുറേ നേരത്തേക്ക് വേറെ ഒന്നും കേൾക്കാൻ പറ്റില്ല. അത്രയും ആ നാദം നമ്മുടെയൊക്കെ ചെവികളിൽ തങ്ങി നിൽക്കുകയാണ്. എന്നാലും ഈ ഒരു വലിയ പദ്ധതിയിൽ ഭാഗമാകാൻ ഒരവസരം ലഭിച്ചത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം കൃഷിയെ
ഭയങ്കര അധികമായി സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായ കേരളത്തിലെ ഒരു വലിയ സാമൂഹ്യ മാറ്റമാണ്, സാമൂഹ്യ മുന്നേറ്റമാണ് ഇത് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. അതിന് തുടക്കം കുറിച്ചതും മഞ്ജു ദ വാര്യറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓർമ്മയുണ്ടോ ആ പടം? അതിന് ഒരു കടുകുമണിയോളം ആണെങ്കിൽ പോലും അതിൽ ചെറിയൊരു പങ്ക് വഹിക്കാൻ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നിക്കുന്നൊരു കാര്യമാണ്. എന്തായാലും നമ്മുടെ കേരള സംസ്ഥാനത്തിന് എവിടെയോ ചെറുതായി നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കാൻ ഈ പദ്ധതി ഏറ്റവും വലിയൊരു കാരണമായി തീരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് പൊളിമിക്സിനും ഉറപ്പുണ്ട്. കാരണം ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി പിണറായി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ദാസേട്ടനെയാണല്ലോ. ഞാൻ വളരെ ഭയന്നാണ് ആ കിരീടം എൻ്റെ തലയിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഞാൻ ആ കിരീടം വെച്ചുകൊണ്ടിരുന്നിട്ട് ഒറ്റ കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലാണ് ആ കിരീടം തുരുപിടിക്കാതിരിക്കാനുള്ള ശക്തിയുള്ളത്. അത് തുരുപിടിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഇത് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടത് ഒരു സ്വർണ്ണ കിരീടമല്ല, തുരുമ്പ് പിടിക്കുന്ന ഒരു കിരീടമാണ് എൻ്റെ തലയിൽ തന്നിരിക്കുന്നത്. ആ തുരുമ്പ് പിടിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായും ഓരോരുത്തരും, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾ മുതൽ കൊണ്ട്, അദ്ദേഹം പറഞ്ഞതുപോലെ കുഞ്ഞുമക്കൾ മുതൽ കൊണ്ട് വയ്യാതിരിക്കുന്ന പ്രായം ചെന്ന ആളുകൾക്ക് പോലും തൻ്റെ ശരീരത്തെ ശുദ്ധതയോടുകൂടി ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാനൊക്കും, ഇനിയും ഈ കേരളത്തിനെ രക്ഷപ്പെടുത്താനൊക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ അടിയനും വന്ന് പങ്കെടുക്കാനൊത്തല്ലോ എന്നുള്ളതിന് ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നതാണ്. വന്നത് വന്നു എന്ന് കരുതി ബ്രാൻഡ് അംബാസിഡർ എല്ലാ ദിവസവും ഇങ്ങനെ പാടത്ത് വന്ന് പാടിത്തരും എന്ന് കരുതരുത്. അറിയാമല്ലോ, നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതൽ വെയിലത്ത് നിങ്ങളെപ്പോലെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പാട്ട് അവതാളത്തിലാവും. വിയർത്തു പോയാൽ സ്വന്തം കൃഷി അവതാളത്തിലാകുമെന്ന് പേടിയുള്ളവർ തണലത്തേക്ക് മാറട്ടെ, നമുക്ക് പാടത്തേക്ക് ഇറങ്ങാം. അതിനു മുൻപ് ചെറിയൊരു ഇടവേളയാണ്. അങ്ങനെ പദ്ധതി വേദി വിട്ട് പാടത്തേക്ക് ഇറങ്ങുകയാണ്. അറിയാമല്ലോ, ഈ പദ്ധതിയുടെ ഉപജ്ഞാതാവ് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അതിനാൽ ഉദ്ഘാടനം ചെയ്യേണ്ടതും അദ്ദേഹമാണ്. ഒരു ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കാൻ ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നില്ല. കാരണം ഇതിൽ പ്രസംഗമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങി നേരെ പരിപാടി നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഹരിത കേരളം മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ നിശ്ചയിച്ച ഞാറുനടൽ ആരംഭിക്കുക എന്നതാണ് ആദ്യം വേണ്ടത്. ഇതിലെല്ലാം എല്ലാവരും കൂടി ഇറങ്ങുക എന്നുള്ളതാണ് നാം കാണുന്നത്. ഇതിനോടൊപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും ഒഴിച്ചുകൂടാത്തൊരാവശ്യമായി വന്നിരിക്കുന്നു നമ്മുടെ മരങ്ങൾ വർദ്ധിക്കണമെന്നുള്ളത്. ഇപ്പോൾ നാട്ടിൽ ധാരാളം മരം നേരത്തെ ഉണ്ടായിരുന്നു, അത്രത്തോളം മരം ഇപ്പോൾ ഇല്ല. നമ്മളാണെങ്കിൽ വരൾച്ചാ ഭീഷണി നേരിടുന്നു, വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനം വരുന്നു. ഇതിനെ നേരിടാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, നമ്മളെല്ലാവരും മരം നട്ടു വളർത്താൻ തയ്യാറാകണം. അതും ഇതിനോടൊപ്പം നമ്മൾ നടത്തുകയാണ്.
ഞാറ് നട്ടത് അങ്ങ് തെക്ക് പാറശാലയിൽ, മരം നട്ടത് സെക്രട്ടേറിയറ്റ് വളപ്പിൽ. ഞാറാണെങ്കിലും മരമാണെങ്കിലും നട്ടാൽ പോരല്ലോ, വളരണമെങ്കിൽ വെള്ളം വേണം. നീരുറവുകൾ അടഞ്ഞുപോയിട്ടുണ്ട്, അത് വീണ്ടെടുക്കാനാവണം. അത് പൂർണ്ണമായി വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം ഇതിനോടൊപ്പം നടത്തുക. ഇന്നത്തെ പരിപാടിയിൽ വലിയ കുളങ്ങൾ, ചിറകൾ, ഒരുപാട് ഏക്കർ സ്ഥലം നിൽക്കുന്ന കുളങ്ങളുണ്ട് ചിലത്, അതിനാണ് ചിറ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ വീണ്ടും നന്നാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. അതും തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങി വെച്ചത് ശ്രീമതി ടീച്ചറും കടന്നപ്പള്ളിയും ചേർന്നാണ് കണ്ണൂരിൽ. ഇവിടെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ പുരാതനമായിട്ടുള്ള പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകം കൂടിയായിട്ടുള്ള നമ്മുടെ ഈ ചിറക്കൽ കോവിലകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിറ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ്. അപ്പോൾ ഈ വലിയ ചിറ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് വരുന്ന തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. പോയകാല തലമുറകൾ പൈതൃകമായി ഏൽപ്പിച്ച ഈ ഭൂമി ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടി ഇത് കാത്തുവെക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. പ്രിയമുള്ളവരെ, ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുകയാണ്. ഇതൊരു വലിയ ദൗത്യമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നത്. നേരത്തെ നടന്ന ജനകീയാസൂത്രണം പോലെ, അതുപോലെ തന്നെ സാക്ഷരതാ യജ്ഞം, അതിൻ്റെ ഒക്കെ കൂടെ ചേർക്കാവുന്ന ഒരു പക്ഷേ അതിനേക്കാൾ വലിയൊരു യജ്ഞമായിട്ടാണ് ഹരിത കേരളം പ്രസ്ഥാനം എടുത്തിട്ടുള്ളത്. ഹരിത കേരളത്തിന് വേണ്ടിയുള്ള കായികാധ്വാനമാണ് ഇതുവരെ കണ്ടത്. ഇനി ഇതിൻ്റെ സാംസ്കാരിക വശം പഠിച്ചെടുക്കാം. പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാത്ത ഒരു അധികാര സമ്പ്രദായം, ഒരു ജീവിത സമ്പ്രദായം, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, ഒരു പ്രവൃത്തി സമ്പ്രദായം നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കാൻ കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകൾ. ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നു, പക്ഷെ കേരളമാണ് ആ കാര്യത്തിൽ വലിയ തരത്തിലുള്ള പൊള്ളത്തരത്തിലേക്ക് ആദ്യം തന്നെ എടുത്തില്ല. അതിന്റെ ദുരന്തങ്ങൾ, പരിണത ഫലങ്ങളാണ് കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ ഒടുങ്ങാത്ത സംഘർഷം, അവസാനിക്കാത്ത വേദന, ഭാവിയെപ്പറ്റിയുള്ള ഉത്കണ്ഠ, പുതിയ തലമുറയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന അമ്മമാർ, സഹോദരിമാർ എപ്പോഴും ഉത്കണ്ഠപ്പെട്ടില്ല. കാരണം ഈ കുഴപ്പമാണ്. സുധാകരൻ സഖാവ് അങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, പ്രവൃത്തിയും പ്രസംഗവും തമ്മിൽ പൊരുത്തമുണ്ട് എന്ന് തെളിയിച്ച സാംസ്കാരിക പ്രതിഭകളുമുണ്ട് കേരളത്തിൽ. അവരെ കാണാം. ഇടവേള കഴിയട്ടെ. രാഷ്ട്രീയത്തിൽ അത്തരക്കാർ കുറവാണെങ്കിലും ശരി, പറയുന്നതേ ചെയ്യൂ എന്നും ചെയ്യുന്നതേ പറയൂ എന്നും നിർബന്ധമുള്ളവർ സിനിമയിലുണ്ട്. ഹരിത കേരളത്തിൽ അവരും അണിനിരന്നിട്ടുണ്ട്. 350 സിനിമകളിലെ ഭാവാഭിനയം, 3 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, 7 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം, 13 ഫിലിം ഫെയർ അവാർഡുകൾ, 1998 കേന്ദ്ര സർക്കാരിന്റെ പത്മശ്രീ ബഹുമതി, കേരള കാലിക്കറ്റ് സർവകലാശാലകളിൽ നിന്നും ഡോക്ടറേറ്റ് ബഹുമതി, അക്ഷയ പ്രോജക്ടിന്റെ ഗുഡ്വിൽ അംബാസിഡർ, മലയാള സിനിമയിലെ പൗരുഷം, മലയാളിയുടെ
സ്വകാര്യ അഹങ്കാരം. ഈ ബഹുമതികൾക്കെല്ലാം അർഹനായ വ്യക്തിയെ ഇനി നാം പരിചയപ്പെടുത്തേണ്ടതില്ല എന്നറിയാം. മലയാളിയുടെ സ്വന്തം പത്മശ്രീ ഡോക്ടർ ഭരത് മമ്മൂട്ടി, മലയാളിയുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, ജില്ലയിലെ ഹരിത കേരളം പദ്ധതിയിൽ ജലസംരക്ഷണ പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ആദരണീയനായ പത്മശ്രീ ഡോക്ടർ മമ്മൂട്ടിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തീരെ പരിചയമില്ലാത്ത ഒരാളെ പരിചയപ്പെടുന്ന പോലെ ഇത്രയും കാര്യങ്ങളൊന്നും പറയണ്ട. വെറുതെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അറിയാല്ലേ. ഈ ഹരിത കേരളം പരിപാടിയിൽ എന്നെ ഉദ്ഘാടകനായി ക്ഷണിച്ചിരിക്കുന്നത് ജലസംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടകനായിട്ടാണ്. ഇതിനൊരു കാരണം എനിക്ക് തോന്നുന്നത്, ഞാനും അത്യാവശ്യം കൃഷിയും പച്ചക്കറിയൊക്കെ നടന്നുണ്ട്, എനിക്കുമുണ്ട് സ്വന്തമായിട്ട് കൃഷി, ഞാനും കൈക്കോട്ടെടുത്ത് കളിക്കുന്ന ആളാണ് എന്നൊന്നും പറഞ്ഞ് അവകാശപ്പെടുകയല്ല. ഞാൻ കഴിഞ്ഞ വേനൽക്ക് ഇവിടെ കുറേ ജലക്ഷാമം ഉണ്ടായിരുന്ന കുറേ ആളുകൾക്ക്, പല ആളുകളുടെയും എൻ്റെയും കൂടെ ശ്രമത്തിൽ കുറേ പേർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഈ ജലസംരക്ഷണത്തിന് എന്നെ വിളിച്ചത്. അത്യാവശ്യം നെല്ലും പച്ചക്കറിയും കൃഷി ചെയ്യുന്നുണ്ട് എന്ന് മമ്മൂക്ക അവകാശപ്പെട്ടാലും തെറ്റല്ല കേട്ടോ, ചെയ്യുന്നതേ പറയുന്നുള്ളൂ. ഇതൊക്കെ എനിക്ക് താല്പര്യവും ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നതുമായ ചില കാര്യങ്ങളാണ്. കൃഷി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജൈവ കൃഷി എന്ന് പറയും. ഞാനും ശ്രീനിവാസനുമായി ചെറിയൊരു വാഗ്വാദം ഉണ്ടായി. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ജൈവ കൃഷിയാണോ സ്വാഭാവിക കൃഷിയാണോ എന്ന് ചോദിച്ചു. പുള്ളിക്ക് പക്ഷേ ഇത് രണ്ടിൽ ഏതാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം എന്ത് വളമാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചപ്പോൾ സ്വാഭാവിക വളങ്ങളാണ്, ഞങ്ങൾ വളം വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. വളം കടകളിൽ വാങ്ങിക്കുന്ന വളം, ജൈവ വളം എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന വെള്ളത്തിൽ ചില ആയുർവേദ ആളുകൾ ഈ പാരസെറ്റമോൾ ഇട്ട് ആയുർവേദ ഗുളിക തരുന്ന പോലെ ഉള്ളൂ. അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാകില്ല എന്നുള്ളതിന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ജൈവ കൃഷി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്വാഭാവിക കൃഷിയാണ്. നമ്മുടെ കാട്ടിലും നമ്മുടെ മലകളിലും ഒക്കെ ഈ മരങ്ങൾ ഇതൊന്നും ആരും വളം ചെയ്ത് വെള്ളം കോരി ഒഴിച്ചിട്ടൊന്നും വളർന്നതല്ല, തനിയെ വളർന്നതാണ്. അപ്പോൾ വളം കാര്യമായിട്ട് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം എല്ലാം വിളവുണ്ടാവും. അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹവും സ്വാഭാവിക പ്രകൃതി കൃഷിയാണ്, നാച്ചുറൽ ഫാമിംഗ് ആണ്. ഞാനും അതാണ് സാധാരണ പിന്തുടരുന്നത്. അത് നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഭാഗ്യത്തിന് ശ്രീനിവാസനും ഇവിടെ തന്നെയുണ്ട്. തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കഥ, തിരക്കഥ രംഗങ്ങളിൽ നിരവധി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് അർഹനായി. 50-ലധികം സിനിമകൾക്ക് തിരക്കഥയൊരുക്കുകയും 200-ലധികം സിനിമകളിൽ വേഷമിടുകയും ചെയ്ത ശ്രീനിവാസൻ സാറിന്റെ ഒട്ടുമിക്ക സിനിമകളും ജനഹൃദയങ്ങൾ കീഴടക്കിയവയാണ്. ഇതിനെല്ലാം ഉപരി നല്ലൊരു കർഷകൻ കൂടിയാണ് അദ്ദേഹം. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്ദേഹം മുൻകൈയെടുക്കുന്നു. ഹരിത കേരളത്തിലെ കാർഷിക പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ശ്രീനിവാസൻ അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. അതുകൊണ്ട് ഈ വാഗ്വാദത്തിന്റെ മറുവശം ഇപ്പോൾ തന്നെ അറിയാം. മമ്മൂട്ടി എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാനൊരു മറുപടി പറഞ്ഞു. ഇപ്പം മൈക്കിന് മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോഴാണ് അതൊരു വാഗ്വാദമായിരുന്നു എന്ന് പുള്ളി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പത്മശ്രീ കിട്ടിയ ആൾക്കാരോട് ഞാൻ വാഗ്വാദത്തിന് ഒരിക്കലും മുതിരാറില്ല. ഈ ജന്മത്തിൽ എനിക്ക് പത്മശ്രീ കിട്ടാനും പോകുന്നില്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. വേറെ എന്തെങ്കിലും ഒരു എൻ്റെ പേരിൽ തന്നെ ഒരു ശ്രീ ഉണ്ടല്ലോ, വേറെ എന്തിനാണ്? ഇത് അസൂയയാണ്, അസൂയ മാത്രമാണ്. മമ്മൂക്കാക്ക് പത്മശ്രീ കിട്ടിയതിലുള്ള അസൂയ. അതുപോട്ടെ, മമ്മൂക്കായുടെ അനുഭവങ്ങളാണ് കേൾക്കേണ്ടത്. അതിൽ മാതൃകയുണ്ട്. ഞാനൊരു സ്ഥലത്ത് ഒരു 2 ഓറഞ്ച് വാങ്ങി, അതിൻ്റെ തൊണ്ടിടാൻ സ്ഥലമില്ലാതെ ഒരു 4-4.5 കിലോമീറ്ററോളം നടന്നു. തൊണ്ടിടാൻ സ്ഥലമില്ല, നമുക്ക് അവിടെ ഇടാൻ പേടി, അന്യരാജ്യമാണ്. നമ്മൾ വല്ലയിടത്തും തൊണ്ടിട്ട് കഴിഞ്ഞാൽ പിടിച്ചകത്താക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മമ്മൂട്ടി അന്വേഷിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു 3-3.5-4 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഒരു വേസ്റ്റ് ബോക്സ് കണ്ടത്, അവിടെ ഇട്ടത്. സ്ഥലം പറഞ്ഞാൽ നമ്മൾ വെറുതെ വീമ്പ് പറയണമെന്ന് പറഞ്ഞു. സ്ഥലം ജപ്പാനാണ്. ഇപ്പോൾ പുള്ളി ചോദിച്ചത് എനിക്ക് പറഞ്ഞതേ ഉള്ളൂ. ജപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ശ്രീനിവാസനാണ്. കാരണം അവിടെ ആദ്യം പോയത് അദ്ദേഹമാണ്. അദ്ദേഹം പോയ സ്ഥലം ഒളിപ്പിച്ചു വെച്ചിട്ട് നിങ്ങളോടൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, 4 കിലോമീറ്റർ നടന്ന കാര്യം. അപ്പോൾ ഞാനാണ് ഇവിടുന്ന് ചോദിച്ചത് ഏത് സ്ഥലം. അപ്പോൾ ജപ്പാൻ. അപ്പോൾ ജപ്പാനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഞാനും ഇദ്ദേഹമായിട്ടുള്ളൊരു കാര്യം എനിക്ക് ഓർമ്മയിൽ വന്നു. ചിദംബരം എന്ന് പറയുന്ന സിനിമ ടോക്കിയോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ട് ചെയ്തു.
അങ്ങനെ അരവിന്ദേട്ടനും സംവിധായകൻ അരവിന്ദേട്ടനും ഞാനും ടോക്കിയോയിൽ പോകാൻ തീരുമാനിച്ചു. അവരെ ടിക്കറ്റും ഇതൊക്കെ അയച്ചു തരും. അങ്ങനെ പോകുന്നത് അറിഞ്ഞിട്ട് ഇദ്ദേഹം ശ്രീ മമ്മൂട്ടി എന്നോട് പറഞ്ഞു, ഈ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു ഭ്രാന്തനാണല്ലോ പുള്ളി. എന്നോട് പറഞ്ഞു, ടോക്കിയോയിലാണല്ലോ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയത് എന്താണ് അവിടെ ഇറങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് വന്നോളൂ, അവിടെ അതിനുള്ള പണം ഞാനവിടെ ഏർപ്പാട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടിട്ട് ഇദ്ദേഹം ചോദിച്ചു, ഏറ്റവും പുതിയതാണ് പറഞ്ഞത്, സാധനങ്ങൾ മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, കുറേ സാധനങ്ങൾ ഏറ്റവും പുതിയത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് എന്ത് പടിയാണ് കാണിച്ചത്, പറ്റിക്കല്ലേ ചെയ്തതെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, 1 വർഷമായിട്ട് അവിടെ പുതിയ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ ജപ്പാനിൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പോയി ഏറ്റവും പുതിയ സാധനങ്ങളൊക്കെ കൈക്കലാക്കിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പൊളിമിക്സ് വിചാരിക്കുന്നത് ഇതിലൊരാളെ മാതൃകയാക്കാം എന്നാണ്. ആകെ മൊത്തം നോക്കുമ്പോൾ നല്ല മാതൃക മമ്മൂക്കയാണ്. കാരണം ജീവിതത്തിൻ്റെ എല്ലാ വശത്തും മാതൃക കാണിക്കുന്നത് അദ്ദേഹം മാത്രമാണ്. മാതൃക സൃഷ്ടിക്കുക എന്നൊരു വാക്ക് ഞാൻ അത് ശരിയല്ല. എല്ലാം മാതൃക എന്ന് പറയുന്നതിന് അവസാനം നമ്മൾ ആർക്കും മാതൃകയാണ്. നമുക്ക് മാതൃകയാണ്, നമ്മുടെ മനസ്സാക്ഷിക്ക് മാതൃകയാണ്. എന്ത് പറഞ്ഞാലും ഒരു മാതൃകയാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ രീതിയൊക്കെ വളരെ തെറ്റാണ്. ഇതെല്ലാം പൊങ്കൽ ബൗദ്ധിക നിരാശമാണ്. ഒരു മാതൃകയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തതിനാൽ പൊളിമിക്സ് കീഴടങ്ങുകയാണ്. സുധാകരൻ സഖാവിന് മുന്നിൽ കീഴടങ്ങുകയാണ്, എന്നിട്ട് പിന്മാറുകയാണ്. നന്ദി, നമസ്കാരം.